ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി ലേസി പ്രിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിപ്പോൾ ഫ്രീ ടൈമാണ്. അപ്പോൾ ഫ്രീ ടൈമിൽ നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാം. ഞാൻ വലിയ എഡിറ്റിംഗ് ഒന്നും എനിക്ക് അത്ര വലിയ പിടുത്തമില്ല, അപ്പോൾ തട്ടിക്കുട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. അതായത് ഭയങ്കര മടിയാണ്, നിങ്ങൾക്ക് നാളെ നീളെ ഒക്കെ വീട്ടിക്കൊണ്ട് പോകണം. ഇപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ നാളെ വീഡിയോ എടുക്കാനുള്ള ഇൻസ്പിറേഷൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ കുറച്ചായിട്ട് നമ്മുടെ വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇന്ന് കളക്ട് ചെയ്ത് ഒരു കവറിൽ പാക്ക് ചെയ്ത് വെച്ചിട്ട് കളയുക എന്നതാണ്. ഇപ്പം ഞാൻ കുറേയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്ക് കുറേ തുണികളൊക്കെ ഹാൻഡ് വാഷ് ആണ് കേട്ടോ ചെയ്യാനുണ്ട്. അപ്പം അതിന് എനിക്ക് ലിക്വിഡ് ഇല്ല, പുറത്ത് പോകാൻ ഇപ്പം ഭയങ്കര മടിയാണ്, നല്ല മഴയാണ്. അപ്പം ഞാൻ വെച്ചു അതിന് പകരം നമുക്ക് എന്തെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പം ഇത് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു 2 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ലിറ്റർ വെള്ളം ഇപ്പം ഡെയിലി കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പതുക്കെ നമുക്ക് വെള്ളം കുടി നമുക്കൊന്ന് കൂട്ടണം. അപ്പം ചെറിയ രീതിയിൽ. അപ്പം എനിക്കിനി മാറ്റേണ്ട കുറച്ച് കാര്യം എന്ന് വെച്ചാൽ നല്ല മടി, അത് മാറ്റണം. പിന്നെ എൻ്റെ ഫുഡ് ഹാബിറ്റ് കുറച്ചൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. കാരണം ഞാൻ ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് എടുക്കുന്നത്. ഷുഗറും ഓയിലും എല്ലാം ഭയങ്കര കൂടുതൽ. എനിക്ക് ഉപ്പും നല്ല രീതിയിൽ വേണം. അപ്പോൾ ഇതൊക്കെ ഇച്ചിരി ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ട്. ഇതിപ്പോൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യം എന്ന് വെച്ചാൽ, ഒന്ന് ഇപ്പം പണിയൊന്നും എടുക്കാതെ ഇരുന്നിട്ട് എല്ലാം ശരീരത്തിൽ നന്നായിട്ട് പിടിക്കുന്നുമുണ്ട്. പക്ഷെ ഫ്യൂച്ചറിൽ അതൊരു വലിയ പ്രശ്നമാവും എന്നെനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ വെച്ചു നമുക്ക് പണ്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചാലും ഡെയിലി കടയിലോട്ട് വരെ ഞാൻ നടക്കുമ്പോൾ അത്ര കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പം നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെച്ചാൽ മടി കാരണം നടക്കാനോ പോകുന്നില്ല. ഇപ്പം ക്ലൈമറ്റ് അങ്ങനെയും കൂടിയാണ്. പിന്നെ ഞാൻ വെച്ചു നമുക്ക് ആ ഒരു രീതി ഒന്ന് മാറ്റാം. അപ്പം നമ്മൾ ഫുഡ് ഹാബിറ്റ് മാറ്റണം. പിന്നെ ഒരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ ഹെയർ ഇപ്പം കുഴപ്പമില്ല, എന്നാലും ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് മുടി ഞാൻ സ്വന്തമായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് അലങ്കോലം. ഇതിപ്പോൾ ഞാൻ മുടിയുടെ പിന്ന് വെച്ചിട്ട് അയച്ചിട്ടിപ്പോൾ നല്ല കേളി ഹെയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടോ. എനിക്ക് ഹെയർ കെയറും ഇഷ്ടമാണ്, സ്ട്രൈറ്റ് ഹെയറും ഇഷ്ടമാണ്. പിന്നെയും ഡാമേജ് ഹെയർ ഇന്നത്തുണ്ട്. അപ്പം എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന മുടി കുറച്ചും കൂടി ഒന്ന് വളർത്തിയിട്ട് ഈ ഡാമേജ് ഹെയർ അവിടെ ഇവിടെയായിട്ട് നിൽക്കണം. അപ്പോൾ ഇത്രയും കട്ട് ചെയ്യുമ്പോൾ പിന്നെയും മുടി കുറയും. മുടി വളർത്തുന്നത് മുടി കട്ട് ചെയ്യാൻ വേണ്ടി ആകുന്നുണ്ട്. അപ്പം നമുക്കിങ്ങനെ കുറച്ച് ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അതായത് നമ്മൾ ഓരോ ദിവസം എൻഗേജ്ഡ് ആയിട്ട് നിന്ന് ഓരോ ദിവസം ഓരോ പ്രൊഡക്റ്റീവ് കാര്യങ്ങൾ ചെയ്യാം. കുഞ്ഞു പ്രൊഡക്റ്റീവ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതശൈലി ചെറുതായിട്ടൊന്നും മാറ്റം വരുത്താം. ഞാനിപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുവാണ്. വർക്കൗട്ട് ആവുമോ ഇതൊന്നും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്ന്